السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده. أما بعد، فإن أحسن الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. മാന്യ സഹോദര സഹോദരിമാരെ, സദസ്യരെ, നെറ്റിൽ കൂടിയും റേഡിയോയിൽ കൂടിയുമെല്ലാം ശബ്ദം കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ട് അവൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി ദാസികളായി വർത്തിക്കാൻ നാം ഓരോരുത്തരും സദാ പാടുപെടുക. പ്രത്യേകിച്ച് എൻ്റെ സദസ്യരായ മദീനവാസികൾ, അതുപോലെ ശബ്ദം കേൾക്കുന്നവരിൽ ഹറമുകളിൽ താമസിക്കുന്നവർ ആരായിരുന്നാലും ആ ഭൂമിയുടെ പവിത്രതയെ സംരക്ഷിച്ച് കാത്തു സൂക്ഷിച്ച് ജീവിക്കാൻ പാടുപെടുക. കൃത്യസമയത്ത് 5 വക്ത് നമസ്കാരം നമ്മിൽ നിന്നുള്ള പുരുഷന്മാർ പള്ളിയിൽ വെച്ചിട്ട് തന്നെ നമസ്കരിക്കൽ നിർബന്ധമാണ് എന്ന ബാധ്യത ഓർത്തുകൊണ്ട് നിർവഹിക്കാനും പാടുപെടുക. പള്ളിയിലായിരുന്നാലും വീട്ടിലായിരുന്നാലും ഇസ്ലാമിക പർദ്ദയിൽ ചടഞ്ഞൊതുങ്ങി റബ്ബിനെ പ്രീതിപ്പെടുത്തി കൃത്യസമയത്ത് നമസ്കരിച്ച് ജീവിക്കുന്നവരിൽ നമ്മിൽ നിന്നുള്ള പുരുഷ സ്ത്രീകളും പെടാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ പള്ളിയിൽ, വിശുദ്ധ മദീനയിൽ നടത്തുന്ന 2ാമത്തെ ക്ലാസ്സാണല്ലോ ഇത്. അള്ളാഹു നമുക്ക് തുടർന്ന് നാം നടത്താറുള്ളതായ സദസ്സുകളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പുരോഗതിയിൽ നിന്നിട്ട് പുരോഗതിയിലേക്ക് നയിക്കാനുള്ളതായ അന്തരീക്ഷങ്ങളും ചുറ്റുപാടുകളും അതിനാവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു നമുക്കേവർക്കും നൽകട്ടെ, ചെയ്തു തരട്ടെ എന്ന് നമുക്ക് ആദ്യമായി പ്രാർത്ഥിക്കാം. വാസ്തവത്തിൽ നാം അല്പം മുമ്പ് തന്നെ പതിവിന് വിപരീതമായി രാത്രി ക്ലാസ് തുടങ്ങാൻ ആരംഭിച്ചത് തന്നെ നമ്മുടെ മെമ്പർമാർ കഴിവിൻ്റെ പരമാവധി അവർക്ക് വരാനുള്ള സൗകര്യമുണ്ടാവട്ടെ എന്നത് പരിഗണിച്ചുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് ഭാവിയിൽ നികറ്റാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം.
എന്നാൽ നാം അനൗൺസ് ചെയ്തതനുസരിച്ച് ഖുർആനിലുള്ള 2 ചെറിയ സൂക്തങ്ങൾ, അതിലുള്ള പഠനാർഹമായ വശങ്ങൾ, ആ 2 സൂറത്ത് തമ്മിലുള്ളതായ ബന്ധങ്ങൾ എന്നീ കാര്യമാണല്ലോ നാം ചർച്ചക്കെടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. യഥാർത്ഥത്തിൽ ആ സൂറത്തുകളിലേക്ക് ചെല്ലുന്നതിന് മുമ്പായി മൊത്തത്തിൽ ഖുർആനിനെ കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ അത് ഓരോ സത്യവിശ്വാസിയും അറിഞ്ഞ് പഠിച്ചു ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം അവൻ്റെ ബന്ധം ഖുർആനിനോടുണ്ടാവേണ്ടത്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നാമാണ് ഖുർആനിനെ ഇറക്കിയത്, ആ ഖുർആനിനെ സംരക്ഷിക്കേണ്ട ബാധ്യത നമ്മുടേതാണെന്ന് അള്ളാഹുവിൻ്റെ സത്യവാഗ്ദാനം മുമ്പിൽ വെച്ചിട്ടായിരിക്കണം നാം ആ ഖുർആനിനോടുള്ളതായ സമീപനം നമ്മളിലുണ്ടാവേണ്ടത്. കാരണം അള്ളാഹുവിൻ്റെ ലോകാത്ഭുത ഗ്രന്ഥമാണ് എന്ന് ഗ്രഹിച്ചു കഴിഞ്ഞാൽ അള്ളാഹു കൽപ്പിച്ച രൂപത്തിൽ ആ ഖുർആനിനെ കുറിച്ച് ലാ യഅ്തീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി, മുമ്പിലോ പിമ്പിലോ ആ വിശുദ്ധ ഖുർആനിന്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ ബാത്തിൽ തീണ്ടുകയില്ല, അസത്യം തീണ്ടുകയില്ല. അസത്യം കരരാത്ത സത്യം മാത്രം സ്ഥാപിക്കുന്നതായ ഗ്രന്ഥമാണ് വിശുദ്ധ ഫുർഖാനുൽ അലീം. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രത്യേകത പറയുമ്പോൾ തുടക്കം മുതൽ അവസാനം വരെ മൊത്തത്തിൽ അള്ളാഹുവിന്റെ കലാമാണ് എന്ന പ്രത്യേകത അതിനുണ്ട് എന്നത് ഗ്രഹിച്ചുകൊണ്ടാണ് നമ്മുടെ വിഷയത്തിലേക്ക് നാം പ്രവേശിക്കേണ്ടത്. അതുപോലെ തന്നെ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദബ്ബറ ഉലുൽ അൽബാബ് വലിയതദക്കറ ഉലുൽ അൽബാബ്. ഈ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത, നാം അതിനെ എന്തിനാണ് ഇറക്കിയത്? നമ്മുടെ ഇഷ്ടാനുസരണം അശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കാതെ പഠിക്കാതെ ഗ്രഹിക്കാതെ മനസ്സിലാക്കാതെ പാരായണം ചെയ്യാൻ വേണ്ടിയല്ല, മറിച്ച് അതിനെക്കുറിച്ച് അത് അനുഗ്രഹീത ഗ്രന്ഥമാണ്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്, നിങ്ങളിലേക്ക് നാം ഇറക്കിയതായ അനുഗ്രഹീത ബർക്കത്തുള്ള പവിത്രതയുള്ള ഗ്രന്ഥമാണത്. എന്തിനാണത്? ലിയദ്ദബ്ബറു ആയാതി, അതിൻ്റെ ആയാത്തുകളെ, അതിൻ്റെ ഓരോ ദൃഷ്ടാന്തങ്ങളെ, അതിലുള്ളതായ പഠനാർഹമായ ഭാഗങ്ങളെ പഠിച്ച് ഗ്രഹിച്ച് ചിന്തിച്ച് മനസ്സിലാക്കി ഓതാൻ വേണ്ടിയാണ്. ലിയദ്ദബ്ബറു ആയാതി വലിയതദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിജീവികൾ അത് ഗ്രഹിക്കാനും പഠിക്കാനും വേണ്ടിയാണ്. അപ്പോൾ ഒന്നാമതായി നാം അത് ഗ്രഹിച്ച് മനസ്സിലാക്കി ഓതണമെന്ന് റബ്ബ് കൽപ്പിച്ചു. രണ്ടാമതായി പഠിക്കുന്ന ഗ്രഹിക്കുന്ന മനസ്സിലാക്കുന്നവർ ബുദ്ധിജീവികളാണ് എന്നും റബ്ബ് വിശേഷിപ്പിച്ചു. ബുദ്ധിജീവികളുടെ സ്വഭാവമാണ് ഖുർആനിനെ ആഴത്തിൽ ഇറങ്ങി പഠിക്കുക, അതിനെക്കുറിച്ച് ഗ്രഹിക്കുക, അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് ആ രൂപത്തിൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഖുർആൻ ഇറങ്ങിയ ലക്ഷ്യത്തിന് വേണ്ടിയാണ് അവനത് പാരായണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിലൂടെ അവന് ആസ്വദിക്കാൻ സാധിക്കുന്നു എന്നതാണ് പച്ചപരമാർത്ഥം. സഹോദര സഹോദരിമാരെ, ഈ മുഖവുര നാം കേട്ട ശേഷം ഖുർആനിന്റെ ഏത് ആയത്ത് എവിടെ നിന്ന് ഓതിയാലും അതിൻ്റെതാകുന്ന പ്രത്യേകതയുണ്ട്. അള്ളാഹുവിന്റെ കലാമാണ് എന്ന രൂപത്തിൽ, അത് ഈ രൂപത്തിൽ നാം ഇപ്പോൾ വിശേഷിപ്പിച്ച രൂപത്തിലാകുമ്പോൾ വളരെ നന്നായി. അങ്ങനെയാണ് വേണ്ടത്. ഞാൻ പണ്ടൊക്കെ പറയാറുള്ളത് പോലെ പൻസാരക്കുന്നിന്റെ മുകളിൽ തേൻ മഴ വർഷിച്ചതുപോലെയായി ഒരാൾ ഖുർആനിനെ റബ്ബ് ഇറക്കിയ ലക്ഷ്യത്തിനെ മുമ്പിൽ വെച്ചിട്ടാണ് ചിന്തിച്ച് പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി ഓതുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം, ആരെങ്കിലും ഖുർആനിനെ അതിൻ്റെ അർത്ഥം അറിയാത്ത ആളാണെങ്കിൽ, അറിയാത്ത രൂപത്തിൽ എപ്പോഴെങ്കിലും ഓതുകയാണെങ്കിൽ അതിന് പ്രതിഫലം ഇല്ല എന്നല്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിന്റെ വിശദീകരണത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച പാഠം എല്ലാവരും മനപ്പാഠമാക്കി വെച്ചതായിരിക്കും. ഞാൻ സാധാരണ പറയാറുള്ള ഭാഗമാണ്. വിശുദ്ധ ഫുർഖാൻ അലീം, ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ
ബൽ അലിഫുൻ ഹർഫുൻ ലാമുൻ ഹർഫുൻ മീമുൻ ഹർഫുൻ. നീണ്ട ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹസനത്തുകൾക്ക് അതിന് ഒരെണ്ണത്തിന് 10 എണ്ണമുണ്ട് എന്ന് പറഞ്ഞ ശേഷം ഞാൻ പറയുന്നില്ല, അള്ളാഹുവിന്റെ കലാം നിങ്ങൾ ഓതുന്ന വേളയിൽ അലിഫ് ലാം മീം എന്ന ആയത്ത് ഓതുമ്പോൾ അത് ഒരു ഹർഫാണ് എന്ന്. മറിച്ച് അലിഫ് ഒരു അക്ഷരമാണ്, ലാം ഒരക്ഷരമാണ്, മീം ഒരക്ഷരമാണ്. അപ്പോഴോ അലിഫ് എന്ന് പറയുമ്പോൾ അതിന് എത്ര കൂലി? 10 എണ്ണമാണ്. ലാം എന്ന് പറയുമ്പോൾ 10 എണ്ണം, മീം എന്ന് പറയുമ്പോൾ 10 എണ്ണം. അപ്പോൾ ആ രൂപത്തിൽ നമുക്ക് അതിന് പ്രതിഫലം ലഭിക്കും എന്ന ആ അർത്ഥം കുറിക്കുന്ന ഭാഗം റസൂലുള്ള പഠിപ്പിച്ചപ്പോൾ, പറഞ്ഞു തന്നപ്പോൾ ഓതിയതായ ഭാഗം ഏതാണ്? മുതശാബിഹാത്തിന്റെ ഭാഗമാണ്. ശ്രദ്ധിക്കുക. മുതശാബിഹാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥമെന്ന് നമുക്ക് അറിയാത്ത ഭാഗമാണ് റസൂലുള്ള ഓതിയിട്ട് അതിന് 30 പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞത്. അതിന്റെ അർത്ഥം അല്ലെങ്കിൽ അതിൽ നിന്നിട്ട് നമുക്ക് മനസ്സിലാക്കാം, സമാധാനിക്കാം. അനറബികളായ, അറബി ഭാഷ അറിയാത്തവരായ, ഖുർആൻ ഓതുമ്പോൾ തന്നെ എന്താണ് അള്ളാഹു പറയുന്നത് എന്ന് ഗ്രഹിക്കാൻ പറ്റാത്തവരായ, പരിഭാഷയുടെ ആവശ്യമുള്ളവരായ, അല്ലെങ്കിൽ പ്രബോധകന്മാരുടെ ആവശ്യമുള്ളവരായ അങ്ങനെയുള്ള വിഭാഗം ഖുർആൻ ഓതുന്ന വേളയിൽ അവർക്കെന്തുണ്ട്? അതിലൂടെ ഇപ്പറഞ്ഞ രൂപത്തിലുള്ള പ്രതിഫലം ലഭിക്കുന്നുണ്ട്. അലിഫ് ലാം മീം എന്നോതുമ്പോൾ 30 പ്രതിഫലം അവർക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ അർത്ഥം അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞ് പഠിച്ച് ഓതുകയാണെങ്കിൽ അതിന്റെ പ്രതിഫലം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ ഇത് എന്തുകൊണ്ടാണ് അർത്ഥം അറിഞ്ഞില്ലെങ്കിലും പ്രതിഫലം കിട്ടുമെന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണ്? അത് റസൂലുള്ള 30 പ്രതിഫലം ഉണ്ട് എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അലിഫ് ലാം മീം എന്ന മുതശാബിഹാത്തായ നമുക്ക് ആർക്കും തന്നെ അല്ലാഹു അഅലം ബിമുറാദിഹി എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലാഹു അഅലം ബിമുറാദിഹി ബിദാലിക എന്ന് പറഞ്ഞുകൊണ്ട് തഫ്സീറിന്റെ വക്താക്കൾ, പണ്ഡിതന്മാര് അതിന്റെ വിശദീകരണം നൽകിയപ്പോൾ കൈമലർത്തിയതായ ഭാഗമാണത്. അതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് അറിയുകയില്ല. അപ്പോൾ നമുക്ക് അർത്ഥം അറിയാത്തതായ ആ അക്ഷരങ്ങൾ വരെ നാം ഓതുമ്പോൾ, ആ ആയത്ത് വരെ നാം ഓതുമ്പോൾ നമുക്ക് എന്തുണ്ട് എന്ന് റസൂല് പറഞ്ഞു? അതിന് പ്രതിഫലമുണ്ട് എന്ന് റസൂൽ പറഞ്ഞു. അപ്പോൾ അർത്ഥം അറിഞ്ഞില്ലെങ്കിലും അതിന് പ്രതിഫലമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിന്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഖുർആനിന്റെ ആയത്തുകൾ ഇവിടെ നിർത്തി വെച്ച് നിങ്ങളോട് വിശദീകരിച്ചതുപോലെ ആ ഖുർആനിനെ ഇറക്കിയ ലക്ഷ്യം വിട്ടുകളിക്കാനല്ല, ആ ലക്ഷ്യം ഒഴിവാക്കാനല്ല, മറിച്ച് ആ ലക്ഷ്യത്തിന് വേണ്ടി ഓതുക എന്നതാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരാള് വിശുദ്ധ ഫുർഖാൻ അലീമിനെ ശ്രദ്ധിക്കുക, വിശുദ്ധ ഫുർഖാൻ അലീമിനെ ഒരു പ്രാവശ്യം ഖതം ചെയ്യുമ്പോൾ അത് അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഓതുന്നതെങ്കിൽ അർത്ഥം ഉൾക്കൊള്ളാതെ എത്ര തവണ ഓതിയാലും ആ പ്രതിഫലം ലഭിക്കുന്നതല്ല. അർത്ഥം അറിയാതെ എത്ര തവണ ഓതിയാലും അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ഓതുന്ന പ്രതിഫലം ലഭിക്കുന്നതല്ല. അതിൻ്റെതാകുന്ന അഥവാ ഖുർആൻ ഇറങ്ങിയ ലക്ഷ്യത്തിന് വേണ്ടി അവൻ ഓതിയ ആളായി മാറുന്നു എന്ന പ്രത്യേകത ലഭിക്കുന്നു. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണ് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ഖുർആനിനെ കുറിച്ച് വിശേഷിപ്പിച്ചപ്പോൾ നിങ്ങളുടെ ധൃതിയും തിരക്കും ജോലിയും നിങ്ങളുടെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള പരക്കം പാച്ചൽ ഇതൊക്കെ അറിയുന്ന റബ്ബ് പറയാണ്, ഇന്ന റബ്ബക യഅലമു അന്നക തഖൂമു അദ്നാ മിൻ സുലുസൈൽ ലൈലി വനിസ്ഫഹു വസുലുസഹു വതായിഫത്തുൻ മിനല്ലദീന മഅക വല്ലാഹു യുഖദ്ദിറുൽ ലൈല വന്നഹാർ അലിമ അല്ലൻ തുഹ്സൂഹു ഫതാബ അലൈക്കും ഫഖറഊ മാ തയസ്സറ മിനൽ ഖുർആൻ അലിമ അൻ സയകൂനു മിൻകും മർള. നിങ്ങൾ രോഗികളുണ്ടാവാം, ബിസിനസ് ചെയ്യാൻ വേണ്ടി യാത്ര ചെയ്യുന്നവരുണ്ടായിരിക്കാം, നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാന്റെ വഴിയിൽ പോരാടാൻ വേണ്ടി യാത്ര ചെയ്യുന്നവരുണ്ടായിരിക്കാം, ബിസിനസിന് വേണ്ടി, വ്യാപാരത്തിന് വേണ്ടി, വിജ്ഞാനത്തിന് വേണ്ടി പല പല കാരണത്താൽ നിങ്ങൾ അങ്ങും ഇങ്ങും ഓടുന്ന ചാടുന്ന പ്രവർത്തിക്കുന്നവരുണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ ആണെങ്കിലും എന്ത് വേണം? നിങ്ങൾ ആ ഖുർആനിൽ നിന്നിട്ട് അല്പമെങ്കിലും ഓതണം.
അല്പമെങ്കിലും ഓതണം. എത്ര ധൃതി ഉണ്ടായാലും, എത്ര തിരക്കുണ്ടായാലും, എത്ര പ്രശ്നം ഉണ്ടായിരുന്നാലും, എത്ര കച്ചവടവും ബിസിനസ്സുമായി ബന്ധപ്പെട്ടാലും, എത്ര ദുനിയാവുമായി ബന്ധപ്പെടുന്ന വേളയിലും നിങ്ങൾ ഖുർആൻ ഓതുന്നത് മറക്കരുത് എന്ന ശൈലിയാണ് റബ്ബവിടെ ആ സൂറത്തിൽ പറഞ്ഞത്. മുസമ്മിലിൽ നിങ്ങൾ അല്പമെങ്കിലും അള്ളാഹുവിന്റെ കലാം ഓതണം, അള്ളാഹുവിന്റെ കലാമുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടാവണം എന്ന അർത്ഥത്തിലേക്ക് നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്രയും പ്രാധാന്യമാണ് ഓത്തിന് നൽകിയത്, ഖുർആൻ പാരായണം ചെയ്യുന്നതിന് നൽകിയത് എന്നത് ഗ്രഹിക്കാൻ ദൂരം പോകേണ്ടതില്ല. നമുക്ക് ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. എന്നാൽ എല്ലാ സൂറത്തുകൾക്കും സ്പെഷ്യലായി പ്രതിഫലമുണ്ട് എന്ന പേരിലുള്ളതായ ഹദീസുകളൊക്കെ ബഹുഭൂരിപക്ഷവും ഒന്നിരിക്കലോ കളവാണ്, അല്ലെങ്കിൽ ലഈഫായ ഹദീസുകളാണ്. അതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞു, ഖുർആന് മൊത്തത്തിൽ എന്തുണ്ട്? ഒരു അക്ഷരത്തിന് 10 എണ്ണം. അത് ഉറപ്പായി ലഭിക്കുമെന്ന് റസൂലുള്ള പറഞ്ഞതാണ്. പിന്നെ ഇത് പ്രതിഫലത്തിനെ കുറിച്ച് ഉള്ള ഹദീസുകൾ തള്ളിപ്പറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അതില്ലെങ്കിൽ തന്നെയോ നമുക്കെന്തില്ല, ഒരു പ്രശ്നമില്ല. അവിടെ പ്രത്യേകത ഓരോ സൂറത്തിനുണ്ട് എന്ന ഹദീസുകൾ ഇല്ലെങ്കിലും നമുക്ക് മൊത്തത്തിൽ ഖുർആൻ പാരായണം ചെയ്താൽ എന്ത് ലഭിക്കും? അതിൻ്റെതാകുന്ന പ്രതിഫലം ഒരക്ഷരത്തിന് 10 വീതം. അപ്പോൾ ചെറിയ പദമാകുന്ന, ചെറിയ ആയത്താകുന്ന അലിഫ് ലാം മീം എന്ന ആ പദം നാം ഉച്ചരിക്കുമ്പോൾ എന്ത് ലഭിക്കുന്നു? 30 പ്രതിഫലം ലഭിക്കുന്നു എന്ന് നാം പഠിച്ചു കഴിഞ്ഞു. എന്നാൽ സൂറത്തുൽ ഖുർആനിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പരിശോധിച്ചാൽ പ്രതിഫലം കൂടുതലുള്ളതും പ്രാധാന്യം കൂടുതലുള്ളതുമായ ധാരാളം സൂക്തങ്ങൾ ഖുർആനിലുണ്ട്. അതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചിട്ടുമുണ്ട്. ഓരോ സൂറത്തിനും പ്രതിഫലം പ്രത്യേകതയുണ്ട് എന്ന് റസൂലുള്ള വിവരിച്ചിട്ടുണ്ടെങ്കിൽ പരിശോധിച്ചു നോക്കിയാൽ അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളുന്നതായ അർത്ഥഗാംഭീര്യതയാണ് അതിന് കാരണമായി തീർന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാം. അതിൽപ്പെട്ടതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഖുർആനിന്റെ തുടക്കം കുറിക്കുന്നത് ഏത് സൂറത്തിലൂടെയാണ്? സൂറത്തു അൽ ഫാത്തിഹ അല്ലേ? സൂറത്തുൽ ഫാത്തിഹ. എന്നാൽ സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചപ്പോൾ നമുക്ക് മനപ്പാഠമുള്ള ഭാഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞത് അഅ്ളമു സൂറത്തിൻ ഫിൽ ഖുർആൻ. ഒരു സഹാബിയെ വിളിച്ചിട്ട് പറഞ്ഞു, നിസ്കാര സമയത്താണ് വിളിച്ചത്, സുന്നത്ത് നിസ്കാരമായിരിക്കാം. മൂപ്പര് മറുപടി നൽകിയില്ല. എന്തേ മറുപടി നൽകാത്തത്? നിങ്ങൾ പെട്ടെന്ന് വരേണ്ടതല്ലേ? നിസ്കരിക്കുകയാണെങ്കിലും സുന്നത്താണെങ്കിലും പ്രത്യേകിച്ച് റസൂലുള്ള വിളിക്കുമ്പോൾ മറുപടി നൽകണമെന്ന് ആ ഹദീസ് കുറിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വിശദീകരണം നൽകിയതിന്റെ ശേഷം ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഞാൻ ഏറ്റവും ഖുർആനിൽ ഏറ്റവും ആളമായ, ആളം എന്ന് പറഞ്ഞാൽ ഇത്ലാഖൻ ആളമാണ്, അതുപോലത്തത് വേറെ ഇല്ല എന്ന അർത്ഥത്തിലേക്കാണ്. ഏറ്റവും പ്രാധാന്യമുള്ളതായ ഒരു മഹാസൂറത്തിനെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി വിവരിച്ചതായ സൂറത്താണ് എന്ത്? സൂറത്തുൽ ഫാത്തിഹ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ സൂറത്തുൽ ഫാത്തിഹക്കുള്ളതായ പ്രത്യേകത അത് തന്നെ കുറിക്കുന്നു. കാരണം സൂറത്തുൽ ഫാത്തിഹയിൽ എന്തുണ്ട്? തൗഹീദുർ റുബൂബിയ്യത്തുണ്ട്, തൗഹീദുൽ ഉലൂഹിയ്യത്തുണ്ട്, തൗഹീദുൽ അസ്മാ വസിഫാത്തുണ്ട്. അപ്രകാരം തന്നെ റബ്ബിന് ആരാധന സമർപ്പിക്കുന്നതായ സമർപ്പണബോധം സ്ഥിരീകരിക്കുന്നതായ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന പദമുണ്ട്. അപ്രകാരം തന്നെ പരലോകത്തിന്റെ പ്രത്യേകത, അല്ലാഹുവിന്റെ പിടുത്തത്തിലാണ് പരലോകം. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ആ ദിവസത്തിന്റെ മാലിക് എന്ന അർത്ഥം കുറിക്കുന്നതായ ആയത്തും അതിലുണ്ട്. അഥവാ ഖുർആനിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അള്ളാഹ് ചർച്ച ചെയ്തതായ സബ്ജക്റ്റുകൾ എന്തൊക്കെയുണ്ട്, അതിന്റെ രത്നച്ചുരുക്കം എന്തിലുണ്ട്? സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. അപ്രകാരം തന്നെ ഒരു മനുഷ്യനെ ഇവിടെ അള്ളാഹ് ശിക്ഷിക്കുമ്പോൾ അള്ളാഹു അവനോട് ആവശ്യപ്പെട്ടത് അള്ളാഹിനെ ആരാധിക്കാൻ വേണ്ടി ആയതുകൊണ്ട് തന്നെ അവന്റെ ലക്ഷ്യത്തിൽ അവൻ മുമ്പിൽ വെക്കുന്നതായ പ്രാർത്ഥനയുടെ രത്നച്ചുരുക്കം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, സന്മാർഗത്തിലേക്ക് നീ ഞങ്ങളെ നയിക്കണമേ രക്ഷിതാവേ എന്ന തേട്ടമാണ്, എന്ന പ്രാർത്ഥനയാണ്. അത് ലോകത്തോട് ആരോടും ചോദിക്കാൻ പറ്റാത്തതായ കാര്യമാണ്. മറ്റുള്ളവരുടെ കയ്യിൽ
അല്ല കൊടുക്കാത്തതായ കാര്യമാണ്. നബിമാരുടെ കയ്യിലോ സാലിഹീങ്ങളുടെ കയ്യിലോ മലക്കുകളുടെ കയ്യിലോ ജിന്നുകളുടെ കയ്യിലോ മനുഷ്യന്മാരുടെ കയ്യിലോ ആരുടെ കയ്യിലും അള്ളാഹു നൽകാത്തതായ കാര്യമാണ് ഹിദായത്ത്. അത് അള്ളാഹു മാത്രം സ്പെഷ്യലിസ്റ്റായ അവന്റെ കയ്യിൽ അധികാരത്തിൽ മാത്രമുള്ളതാണ്. അതിന് അള്ളാഹിനോട് മാത്രം ചോദിക്കുന്നതായ ഒരു സുവർണ അവസരമാണ് ഫാത്തിഹയിലൂടെ അള്ളാഹു നൽകുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഫാത്തിഹ സൂറത്തിനെ എന്തിനു വേണ്ടി സെലക്ട് ചെയ്തു? റബ്ബിന്റെ മുമ്പിൽ ദൈനംദിനം 17 തവണ നിർബന്ധമായി ഓതാൻ വേണ്ടി സെലക്ട് ചെയ്തു. ആ സ്ഥാനത്ത് അതിന് പകരം ഒന്നും ഓതിയാ പറ്റുന്നതല്ല സത്യവിശ്വാസി. അത് തന്നെ ഓതൽ നിർബന്ധമാണ്. ലാ സലാത്ത ലിമൻ ലം യഖറ ബിഫാത്തിഹത്തിൽ കിതാബ്. സൂറത്തുൽ ഫാത്തിഹ ഓതാത്തവന് നമസ്കാരമില്ല എന്ന് പ്രഖ്യാപിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ സൂറത്തുൽ ഫാത്തിഹയിൽ തുടക്കം മുതൽ അവസാനം വരെ ഞാൻ സംസാരത്തിന് തുടക്കത്തിൽ പറഞ്ഞ മാതിരി വളരെ അർത്ഥ ഗാംഭീര്യങ്ങൾ ഉൾക്കൊള്ളുന്നത് കൊണ്ടും ഒരു മുസ്ലിമിന് അത്യാവശ്യമായ കാര്യങ്ങൾ ഹിസ്റ്ററി വരെ പഴയ കാലഘട്ടത്തിലുള്ള ഓരോ അഹ്ലി കിതാബിന്റെ സംഭവ വികാസങ്ങളിലേക്ക് സൂചനയുണ്ട്. സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. മുമ്പുള്ള ഉമ്മകളിലേക്ക്, നല്ലവരിലേക്ക്, പഴിച്ചവരിലേക്ക് എല്ലാവരിലേക്കും സൂചന നൽകുന്നതായ ഭാഗമാണ് എന്ത്? ആ ആയത്തുകൾ. ഇതെല്ലാം ഉൾക്കൊള്ളുന്നതായ ആ സൂറത്ത് നിങ്ങൾക്കറിയാവുന്നതുപോലെ ധാരാളം പേരുകളുള്ള, ധാരാളം പ്രതിഫലമുള്ള, എത്രത്തോളം ഇബ്ലീസിന് കണി കണ്ടുകൂടാത്തതായ, അപ്രകാരം തന്നെ രോഗശമനം ലഭിക്കുന്നതായ റസൂലുള്ളാഹി പല രൂപത്തിൽ നമുക്ക് വിശദീകരണങ്ങൾ നൽകിയതായ ഒരു സൂറത്താണ് എന്ത്? സൂറത്തുൽ ഫാത്തിഹ. പിന്നെ അതിനപ്പുറമുള്ള സൂറത്തുൽ ബഖറ പറയേണ്ടതുമില്ല. സൂറത്തുൽ ബഖറയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലയിടങ്ങളിലും പല ശൈലിയിലും സംസാരിച്ചതായ കൂട്ടത്തിൽ നമുക്കറിയാവുന്നതുപോലെ തുടക്കം മുതൽ അവസാനം വരെ പരിശോധിച്ചാൽ മനുഷ്യരാശിയുടെ വ്യക്തി, സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ ജീവിതത്തിൽ ഏകദേശം അനിവാര്യമായ മിക്ക പ്രശ്നങ്ങൾ അതിൽ കൈയാളുന്നുണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ സുബ്ഹാനല്ലാഹ് ആ സൂറത്ത് മക്കയിൽ ഇറങ്ങിയിട്ടില്ല, അത് മദീനയിലാണ് ഇറങ്ങിയത്. എന്തേ? സത്യവിശ്വാസികളെ എന്ന ഓമന പേര് അതിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ലോക മുസ്ലിങ്ങളിൽ നിന്നിട്ട് ആ ആദ്യത്തെ മുസ്ലിങ്ങളായ മുമ്പന്മാരായ മുഹാജിറുകളെയും അൻസാറുകളെയും വിളിച്ചത്. ആ വിളി ഖിയാമത്ത് നാൾ വരെ ആരെല്ലാം അവർ പോകുന്ന റൂട്ടിൽ പോകുന്നുവോ ആ വിഭാഗത്തിന് ഉൾക്കൊള്ളാൻ അഥവാ ആ വിളിയുടെ അകത്ത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നു എന്നർത്ഥം. എന്നാൽ അത് നിങ്ങൾ ഇഖ്റഉ സൂറത്തുൽ ബഖറ ഫഇന്ന അഖദഹ, അതിനെ ഒരാൾ പിടിക്കുന്നതിൽ, ഓതുന്നതിൽ, പാരായണം ചെയ്യുന്നതിൽ എന്തുണ്ട്? ബറക്കത്തുണ്ട്. അതുപോലെ തന്നെ അതിനെ ഉപേക്ഷിക്കുന്നതിൽ ഖേദവും ദുഃഖവും നഷ്ടവുമുണ്ട്. വലാ യസ്തതിഉഹ അൽ ബതല, മാരണക്കാർക്ക് അതിനോട് അടുക്കാൻ പറ്റുന്നതല്ല, ഓതാൻ പറ്റുന്നതല്ല, പാരായണം ചെയ്യാൻ പറ്റുന്നതല്ല. മാരണക്കാരുടെ ബേക്കിൽ പ്രവർത്തിക്കുന്നത് പിശാച്ചായതുകൊണ്ട് പിശാച്ച് ഏതെങ്കിലും വീട്ടിൽ സൂറത്തുൽ ബഖറ ഓതുകയാണെങ്കിൽ ആ ഓതുന്നതായ വീട്ടിൽ ആര് കടക്കൂല? റസൂൽ പറയുന്നു, പിശാച്ച് പ്രവേശിക്കുന്നതല്ല. പിശാച്ച് സൂറത്തുൽ ബഖറ ഓതുന്നതായ വീട്ടിൽ പ്രവേശിക്കുന്നതല്ല എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നമ്മുടെ വിഷയം അതൊന്നുമല്ല. വിഷയത്തിലേക്ക് പ്രവേശിക്കാനുള്ളതായ മുന്നോടിയും മുഖദ്ദിമയും മാത്രമാണ് ഇതുവരെ നൽകിയത്. അതുപോലെ തന്നെ സഹ്റാവൈൻ എന്ന പേരിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഖുർആനിൽ. അതേതൊക്കെയാണ്? സൂറത്തുൽ ബഖറയും സൂറത്ത് ആല ഇംറാനും. സഹ്റാവൈൻ, ആ രണ്ട് സൂറത്തുകൾ റസൂലുള്ളാഹി പറയുന്നു, ഇഖ്റഉ സഹ്റാവൈൻ, നിങ്ങൾ സഹ്റാവൈൻ ഓതുക. പരലോകത്തിലേക്ക് ആ സഹ്റാവൈൻ വരുന്നതാണ്. അഥവാ സൂറത്തുൽ ബഖറയും ആല ഇംറാനും മേഘം പോലെ അത് ഓതിയവർക്ക് തണലിട്ട് കൊണ്ട് വരുന്നതാണെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്നിട്ട് അവർ ആ സൂറത്തുകൾ അത് ഓതുന്നവർക്ക് വേണ്ടി വാദിച്ചു കൊണ്ടുവരും. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അത്രയും ഞാൻ പറഞ്ഞു വരുന്നത്, സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെ ഖുർആൻ പരിശോധിച്ചാൽ ധാരാളം പ്രത്യേകതകളുള്ള സൂറത്തുകൾ റസൂലുള്ളാഹി എണ്ണി പറഞ്ഞിട്ടുമുണ്ട്. അതിൻ്റെ അർത്ഥം പല മുഫസ്സിറുകൾ കാട്ടും പോലെ ചിലവര് അറിഞ്ഞു കാട്ടുന്നവർ, ചിലവര് പ്രാധാന്യം മനസ്സിലാക്കാത്ത അഥവാ ലഈഫായ ഹദീസുകൾ പറയുമ്പോൾ ഉണ്ടാകുന്ന അപകടം മനസ്സിലാക്കാത്ത കാട്ടുന്നവരും ഉണ്ട് കൂട്ടത്തിൽ.
അതൊക്കെ എന്താണ്? തെറ്റാണ്. ഏത്? കള്ള ഹദീസുകളോ ലൈഫായ ഹദീസുകളോ. ഇന്ന സൂറത്തിന് പ്രത്യേകതയുണ്ട്, ഇന്ന സൂറത്തിന് പ്രത്യേകതയുണ്ട്, അലാഖുമുത്തകാസുർ എന്ന പ്രത്യേകതയുണ്ട്. നെറ്റിൽ ഇങ്ങനെ വരുന്ന കാണാം. അങ്ങനെ പ്രത്യേകതകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ പറയാത്തത് പറയുക, അഥവാ റസൂലിനെ കുറിച്ച് അങ്ങനെ വല്ലവരും പ്രചരിപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കാദിബീൻ എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. റസൂൽ പറഞ്ഞതോ അല്ലേ എന്ന് യക്കിശക്കുണ്ടെങ്കിൽ ഇവരെ പറഞ്ഞുകൂടാ എന്നാണ്. എന്നാൽ അവൻ കള്ളനായി മാറാൻ സാധ്യതയുണ്ട് എന്ന് റസൂലുള്ളാഹി. പിന്നെ ഉറപ്പിച്ചിട്ട് ഒരാൾ ഉറപ്പിച്ചുകൊണ്ട് ഒരാൾ റസൂൽ പറയാത്തതാണെന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ റസൂലിലേക്ക് ചേർത്ത് പറഞ്ഞാൽ അവന്റെ പാർപ്പിടം നരകമാണെന്ന് ഉറപ്പാക്കിക്കൊള്ളട്ടെ. മുത്തവാത്തിറായ ഹദീസാണത്. സഹോദരന്മാരെ, സഹോദരികളെ, അതുപോലെ തന്നെ 7 നീണ്ട സൂറത്തുകളെ കുറിച്ച് തുടക്കത്തിലുള്ള പ്രത്യേകത വന്നിട്ടുണ്ട്. പക്ഷേ ഖുർആനിൽ നമുക്ക് പരിശോധിച്ചാൽ കാണാം, നമ്മുടെ വാട്സാപ്പിലൊക്കെ സുഹൃത്തുക്കളെ അനൗൺസ് ചെയ്തതായ 2 സൂറത്തിൻ്റെ കഥ, അത് മഹാ അത്ഭുതമാണ്. 2 സൂറത്തുകൾ. ആ 2 സൂറത്തുകൾ നമ്മുടെ ജീവിതവുമായി ദൈനംദിനം കറങ്ങിക്കൊണ്ടേയിരിക്കുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ പോലെ. മനസ്സിലായില്ലേ? നിങ്ങൾക്കെല്ലാം അറിയേണ്ട സൂറത്താണത്. ഏതൊക്കെയാണത്? സൂറത്ത് ഏതൊക്കെയാണ്? ടൈമല്ലേ നമ്മൾക്ക്, വേഗം പറയില്ലെങ്കിൽ ഞാൻ തുടരാം. നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം മുതൽ രാവിലെ വരെയുള്ള ടൈം പരിശോധിച്ച് നോക്കിയാൽ അവിടെയെല്ലാം പ്രധാന സന്ദർഭങ്ങളിലാണ് അത് നാം ഓതാൻ വേണ്ടി കൽപ്പിച്ചത്. ഇനി ജീവിതത്തിൽ ഒരു പ്രാവശ്യമാകുന്ന ആ പഞ്ചസ്തംഭങ്ങളിൽ ഒന്ന് ഫിറ്റാക്കാൻ വരുമ്പോഴും അത് നാം സ്മരിക്കാനും ഓതാനും പാരായണം ചെയ്യാനും കൽപ്പിക്കപ്പെടുന്നു. ഏതൊക്കെയാണത്? സൂറത്തുൽ കാഫിറൂൻ, സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ കാഫിറൂൻ, സൂറത്തുൽ ഇഖ്ലാസ്. ഈ 2 സൂക്തം, ഈ 2 സൂറത്ത്, അതിന്റെ അത്ഭുതം പരിശോധിച്ച് നോക്കിയാൽ, ഒന്നാമത് നമ്മൾക്ക് ആദ്യമായി തുടങ്ങാം ഓതേണ്ട സമയം. ഫജ്ർ ആരംഭിക്കുമ്പോൾ തന്നെ, അഥവാ ഒരു ദിവസത്തിന്റെ തുടക്കം കുറിക്കുമ്പോൾ തന്നെ നാം ആ 2 സൂറത്ത് ഓതിയും കൊണ്ടാണ് ദിവസത്തെ സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലേ? രാവിലെ ആദ്യം നാം സുബഹിയാണ് നിസ്കരിക്കൽ. അല്ല, സുബഹിക്ക് മുമ്പുള്ള സുന്നത്താണോ? സുബഹിക്ക് മുമ്പുള്ള സുന്നത്താണ്, അല്ലേ? അതെ. അപ്പോൾ സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നമസ്കരിക്കുമ്പോൾ ഫജ്റിന്റെ 2 റക്അത്ത് നമസ്കാരം ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ, ദുനിയാവിനേക്കാളും അതിലുള്ള സാറു അനുഗ്രഹങ്ങളെക്കാളും ഉത്തമമാണ്. അങ്ങനെയുള്ള ആ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുമ്പോൾ ആ 2 റക്അത്ത് സുന്നത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി പഠിപ്പിച്ച് കാണിച്ചു തന്നത് ഏത് സൂറത്ത് ഓതാനാണ്? ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ കാഫിറൂൻ, പിന്നെ സൂറത്തുൽ ഇഖ്ലാസ്. സഹീഹ് മുസ്ലിമിൽ 726 നമ്പർ ഹദീസിൽ കാണാം ഈ സംഭവം. അതെ സഹോദരന്മാരെ, അപ്പോൾ ദിവസത്തിന്റെ തുടക്കം കുറിക്കുമ്പോൾ തന്നെ ആ 2 സൂറത്ത് നാം ഓതുന്നു. അപ്രകാരം തന്നെ നാം ഇനി രാത്രിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ദിവസത്തോട് വിടവാങ്ങാൻ പോകുന്ന സമയം ഏതാണ്? മഗ്രിബ് നിസ്കാരം, അല്ലേ? മഗ്രിബ് നമസ്കാരത്തിൽ തന്നെ ചില റിപ്പോർട്ടുകളിൽ മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി പറയുന്നു, ലം അറ ഹദീസൻ മർഫൂഅൻ ഫീഹി തൻസീസുൻ അലൽ ഖിറാഅത്തി ബിശൈഇൻ മിൻ ഖിസാറിൽ മുഫസ്സൽ ഇല്ലാ ഹാദൽ ഹദീസ്. ഖിസാറുൽ മുഫസ്സലായ ചെറിയ സൂക്തങ്ങളിൽ നിന്നിട്ട് ഇന്ന സൂറത്ത് നമുക്ക് നിസ്കാരത്തിൽ ഓതണമെന്ന് 5 വക്ത് നമസ്കാരത്തിൽ ഓതേണ്ടതായി പറഞ്ഞതായി മഗ്രിബിൽ വ്യക്തമായി കണ്ടതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല, ഞാൻ കണ്ടിട്ടില്ല. ഈ 2 സൂക്തത്തിനെ കുറിച്ചല്ലാതെ മഗ്രിബ് നമസ്കാരത്തിൽ ഏതൊക്കെ? സൂറത്ത് അൽ കാഫിറൂൻ, സൂറത്ത് അൽ ഇഖ്ലാസ്. എന്നിട്ട് ആ ഹദീസിനെ കുറിച്ച് മൂപ്പര് പറയാണ്, ലാഹിറു ഇസ്നാദിഹി സിഹ, ഇതിന്റെ ഇസ്നാദിന്റെ ബാഹ്യ രൂപം സഹീഹായിട്ടാണ് കാണാൻ സാധിച്ചത്. അതിൽ ഇല്ലത്തുണ്ട് എന്ന് മറ്റു പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് താനും. എന്നാൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? ദിവസത്തിന്റെ അന്ത്യം കുറിക്കുമ്പോൾ
നാം എപ്പോഴും ഓതണമെന്നല്ല, എപ്പോഴും ഓതാണെങ്കിൽ നല്ലതാണ് എന്നല്ലാതെ എന്നും നിത്യമായിട്ട് മഗ്‌രിബ് നിസ്കാരത്തിനോ അല്ലെങ്കിൽ മഗ്‌രിബിന് ശേഷമുള്ള സുന്നത്തിനെ കുറിച്ചും ഹദീസുകളുണ്ട്. ആ ഹദീസിലും ഇല്ലത്തുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നു. അവിടെയും മഗ്‌രിബിന്റെ സുന്നത്തിൽ എന്തോതണമെന്നാണ്? സൂറത്തുൽ കാഫിറൂനയും സൂറത്തുൽ ഇഖ്ലാസുമാണ്. ഇനി രാത്രിയുടെ അവസാനം പരിശോധിച്ച് നോക്കാം. രാത്രിയുടെ അവസാനം എപ്പോഴാണ്? ഒരു മനുഷ്യൻ അവസാനം നിസ്കരിക്കാൻ റസൂൽ പറഞ്ഞത് ഏതാണ്? വിത്ർ അല്ലേ? ഒരാള് അവന്റെ രാത്രിയുടെ അവസാനമായി നമസ്കരിക്കേണ്ടത് വിത്റാണ്. ഇനി ഒരാൾ തഹജ്ജുദ് നമസ്കരിക്കുന്ന വ്യക്തിയാണ്, രാത്രി ഉണർന്ന് നിസ്കരിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ രാത്രി ഉണർന്ന് നമസ്കരിക്കുന്ന നമസ്കാരമാണ് ഏറ്റവും പരിപൂർണ രൂപത്തിലുള്ള കൂലി കിട്ടുന്ന. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക എന്ന് റസൂലുള്ളാഹി കൽപ്പിച്ച ആ കൽപ്പനയിലും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അടിമകളായ നമ്മളോട് അള്ളാഹു കൽപ്പിച്ചതായ രാത്രിയുള്ള നമസ്കാരങ്ങളിലും പ്രാധാന്യമുള്ളത് അത് ഉറങ്ങി എണീറ്റ് തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഇ يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون. ഉറങ്ങുന്ന കിടപ്പറയിൽ നിന്നിട്ട് അവന്റെ ശരീരത്തെ ദൂരപ്പെടുത്തുന്നു. അപ്പോൾ ഉറങ്ങിയായിരുന്നു അർത്ഥം. അപ്പോഴാണ് അതിന്റെ പ്രതിഫലം ലഭിക്കുക. അങ്ങനെയുള്ളവർ നമസ്കരിക്കുന്ന, അവർ പാരായണം ചെയ്യുന്ന ആ പാരായണത്തിനും നമസ്കാരത്തിനും ലഭിക്കുന്നതായ പ്രതിഫലത്തെക്കുറിച്ച് അവർക്ക് കൺകുളിരുന്നതായ ആ പ്രതിഫലം എന്താണെന്ന് ഇവിടുന്ന് കോലപ്പെടുത്താൻ പറ്റൂല എന്നാണ്. കോലപ്പെടുത്താൻ പറ്റൂല എന്താ ലഭിക്കാൻ പോകുന്നത് എന്ന്. അതോടൊപ്പം അല്ലാഹ് സാമ്പത്തിക പ്രശ്നം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അഥവാ വെറും രാത്രി നിസ്കരിച്ച് പകൽ നിസ്കരിച്ച് കൂട്ടിയാൽ പോരാ, മറിച്ച് വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകിയതായ ആ സമ്പത്തിൽ നിന്നിട്ട് ചെലവഴിക്കുകയും വേണം എന്ന് കൂടെ കൂട്ടിച്ചേർത്തിട്ടുമുണ്ട്. എന്നാൽ നാം ഇപ്പോൾ എവിടെയാണ്? രണ്ട് സൂറത്തുകളുടെ ഇടയിൽ. ഈ രണ്ട് സൂറത്തുകളെ നാം എവിടെയും ഓതിക്കൊണ്ടേയിരിക്കുന്നു. രാവിലെ പ്രഭാതത്തിൽ, വൈകുന്നേരം, രാത്രി അവസാനം വിത്ർ നിസ്കരിക്കുമ്പോൾ അവിടെയും വിത്ർ നിസ്കാരത്തിൽ ചില റിപ്പോർട്ടുകളിൽ കാണുന്നു സബ്ബിഹിസ്മ, അപ്രകാരം തന്നെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, അപ്രകാരം തന്നെ ഖുൽ ഹുവല്ലാഹ്. മനസ്സിലായില്ലേ? ഇവിടെ മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി സഹിഹാക്കിയതായ മറ്റൊരു ഹദീസ് കൂടി കാണാം. നിങ്ങൾ നേരത്തെ കേട്ടതായ തഹജ്ജുദ് അവസാനിക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞത് പൂർത്തിയാക്കി കളയാം. അഥവാ നിങ്ങൾ എന്നിട്ട് ആരെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, അഥവാ തഹജ്ജുദ് കൃത്യമായി നമസ്കരിക്കുന്ന ആളാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ രാത്രി ഉണർന്ന് നിസ്കരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വിത്റിന് അദ്ദേഹം എന്ത് ചെയ്യണം? പിന്തിക്കണം. അപ്പോൾ രാത്രിയുടെ തഹജ്ജുദിനെ ഒറ്റയാക്കി മാറ്റുന്ന ആ സമ്പ്രദായം, അഥവാ അദ്ദേഹം ഉറപ്പായി ഉണരുമെന്നുണ്ടെങ്കിൽ അദ്ദേഹം അതിനെ പിന്തിക്കണം. അഥവാ ഉറപ്പില്ല, ഉണർന്നാൽ നമസ്കരിക്കാം, അല്ലെങ്കിൽ എന്ന നിലക്കുള്ള ശേഷിക്കട്ട ഈമാനിന്റെ എന്നെ പോലത്തവരുടെ ഉടമകളാണെങ്കിൽ അവര് ഉറങ്ങാൻ കിടക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുക? വിത്ർ നിസ്കരിച്ച് കിടക്കാം. എന്നിട്ട് വീണ്ടും രാത്രി ജീവിച്ചാൽ, രാത്രി ഹയാത്തായാൽ, രാത്രി ഉണർന്നാൽ എന്ത് ചെയ്യുക? തഹജ്ജുദ് നിസ്കരിക്കുക, ഇരട്ടിയായി നിസ്കരിക്കുക. അവിടെ എന്തില്ല? വിത്റാക്കലില്ല, ഒറ്റയാക്കലില്ല. മനസ്സിലായില്ലേ? എന്തുകൊണ്ടില്ല? വിത്റാനി ഫീ ലൈലത്തിൻ വാഹിദ, ഒരു രാത്രിയിൽ 2 വിത്റില്ല എന്ന അടിസ്ഥാനത്തിൽ, എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. എന്നാൽ ഇതും ഹദീസ് ഹസനാണെന്ന് മഹാത്മാക്കൾ ഇബ്നു ഹിബ്ബാൻ പോലത്തവരെ സഹിയാക്കിയതായിട്ട് കാണാൻ സാധിച്ചു. എന്നാൽ അതുപോലെ തന്നെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അവസാനം ഓതേണ്ട സൂറത്ത് അതേതാണ്? നാം ഓതാറുണ്ടോ? ഓതിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇനിമേലിൽ ഓതുക. അതേതാണ്? സഹീഹായ ഹദീസിൽ വന്നതാണ്. നമ്മുടെ ചർച്ചയ്ക്ക് വിധേയമായ ചർച്ചക്കകത്തുള്ളതായ വിഷയമാണത്. സൂറത്തുൽ ഇഖ്ലാസിന് മുമ്പ് പറഞ്ഞ എന്താണ്? സൂറത്തുൽ അൽ കാഫിറൂൻ. പേരിൽ വരെ മൂപ്പരോട് തുല്യതയുള്ള സൂറത്താണത്. പേരിൽ വരെ മൂപ്പരോട് തുല്യതയുള്ള സൂറത്താണ്. എന്തേ? സൂറത്തുൽ ഇഖ്ലാസ്, അതിൽ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിന് തൗഹീദ് സ്ഥാപിക്കുന്ന പദങ്ങളും അർത്ഥവത്തായ അള്ളാഹുവിന്റെ സിഫാത്തുകളും അതിൽ ഉൾക്കൊള്ളുന്നു. അല്ലെ? അതെ.
അങ്ങനെയുള്ളതായ അതേ സൂറത്തിന്റെ പേരായിട്ട് ചില മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. എന്തിനെ കുറിച്ച്? സൂറത്തുൽ കാഫിറൂൻ എന്ന സൂറത്തിന് ഇഖ്ലാസ് എന്ന പേര് പറയാറുണ്ട്. ഇജ്തിഹാദി പേരാണത് എന്നല്ലാതെ വഹയിലൂടെ വന്ന പേരല്ല, റസൂൽ പഠിപ്പിച്ചതല്ല. എങ്കിലും ഇജ്തിഹാദിയായിട്ട് ചില സൂറത്തുകൾ ഓതുമ്പോൾ അതിൽ കാണുന്നതായ പ്രത്യേകത മനസ്സിലാക്കിയിട്ട് സലഫുസ് സാലിഹീങ്ങൾ എന്നിട്ട് പലരും ചില സൂറത്തുകൾക്ക് പ്രത്യേക പേരുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ റസൂലുള്ള പറഞ്ഞതാണെങ്കിൽ തൗഖീഫിയാണ്, അതങ്ങനെ തന്നെ ആ സൂറത്തിന് പറയൽ നല്ലതാണ്, പറയേണ്ടതും ആണ് എന്നതിൻ്റെ അർത്ഥം ഒരു സൂറത്തിന് വേറെ അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളുന്നതായ വിശാലമായ അർത്ഥത്തെ പരിഗണിച്ചുകൊണ്ട് ആ അർത്ഥത്തെ സൂചിപ്പിക്കുന്നതായ ഒരു പേര് മറ്റൊരാൾക്ക് പറയാൻ പാടില്ല എന്നല്ല, അങ്ങനെ പാടുണ്ടു എന്നതാണ് സലഫുസ് സാലിഹീങ്ങളുടെ ശൈലിയിൽ നിന്നിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് ഖുർആനൊന്നുമല്ല, പ്രാസംഗികന്മാർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ഒരാൾക്ക് തോന്നി എത്ര പഠനാർഹമായ ചിന്തിക്കേണ്ട ഭാഗമാണ്, തദബ്ബുറിന്റെ സൂറത്തല്ലേ അത്, തദബ്ബുറിന്റെ ആയത്തല്ലേ അതെന്ന് ഒരാൾ പറഞ്ഞു. തെറ്റല്ല, മനസ്സിലായില്ലേ? അയാൾ ഓതിയ ആയത്തിൽ നല്ല തദബ്ബുർ ചെയ്യാൻ കാര്യമുണ്ടെങ്കിൽ അത് കൃത്യമായി ഖുർആനിലൂടെയോ സുന്നത്തിലൂടെയോ റസൂലുള്ള പറഞ്ഞതോ ആയിട്ട് അതിനങ്ങനെ ആ പേരുണ്ട് എന്ന് അതിനർത്ഥവുമില്ല. ഏതായാലും ഇരിക്കട്ടെ, നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം ഈ രണ്ട് സൂക്തങ്ങളെ കുറിച്ച് പറയുമ്പോൾ എന്തേ ഫജ്റിന് ഖുൽ ഹുവല്ലയും ഖുൽ യാ അയ്യുൽ കാഫിറൂനും ഓതുന്നു, എന്തേ മഗ്രിബിന് ഖുൽ യാ അയ്യുൽ കാഫിറൂനും ഖുൽ ഹുവല്ലയും ഓതുന്നു, എന്തേ വിത്റിൽ ഖുൽ യാ അയ്യുൽ കാഫിറൂനും ഖുൽ ഹുവല്ലയും ഓതുന്നു, എന്തേ ഈ ഖുൽ യാ അയ്യുൽ കാഫിറൂന ഉറങ്ങാൻ കിടക്കുമ്പോൾ അവസാനമായിട്ട് ഒരാൾ ഓതേണ്ടത് എന്താണ്? സൂറത്തുകളിൽ ആയത്തുകളിൽ ഏത് സൂറത്തിനെയാണ്? ഖുൽ യാ അയ്യുൽ കാഫിറൂന എന്ന സൂറത്തിനെയാണ്. ഹദീസിലുള്ളതാണ്. പലരും അത് ശ്രദ്ധയിൽ ഒരു പക്ഷേ വിട്ടിട്ടുണ്ടാവുകയില്ല, കേട്ടിട്ടുണ്ടായിരിക്കുകയില്ല. കാരണം സാധാരണ നമ്മൾ ഓതാറുള്ളത് ഖുൽ ഹുവല്ലയും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖിയും ഖുൽ അഊദു ബിറബ്ബിൻ നാസിയുമാണ്. ഖുൽ യാ അയ്യുൽ കാഫിറൂനയും ഉറങ്ങാൻ കിടക്കുമ്പോൾ ഓതണമെന്നത് വ്യാപകമായി അറിയപ്പെടുന്നതായ വാർത്തയല്ല. എന്നാൽ കേട്ടോളീൻ, മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ആ ഹദീസ് സഹിഹാണെന്ന് പറയുന്നു. അവർക്ക് മുമ്പ് ധാരാളം പണ്ഡിതന്മാർ ആ ഹദീസിനെ സഹിയാക്കിയിട്ടുണ്ട്. ഏത്? ഉറങ്ങാൻ കിടക്കുമ്പോൾ അവസാനമായി ഓതേണ്ടതായ സൂറത്തിൽപ്പെട്ടതാണ് എന്ത്? ഖുൽ യാ അയ്യുഹൽ കാഫിറൂന ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ എന്ന നമുക്കെല്ലാവർക്കും മനഃപ്പാഠമുണ്ടാവേണ്ടതായ സൂറത്ത്. എന്നാൽ നിങ്ങളതൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യൻ നമസ്കരിച്ചു, നോമ്പ് പിടിച്ചു, സക്കാത്ത് കൊടുത്തു, ഇങ്ങനെയൊക്കെ കാട്ടാണ് ലോകത്തിന്റെ നാനാതുറകളിൽ. എന്നാൽ എല്ലാവരും എന്ത് ചെയ്യാറില്ല? ഹജ്ജ് ചെയ്യാറില്ല, അല്ലേ? എന്തേ? ഹജ്ജ് ചെയ്യാൻ അതിനുള്ളതായ പ്രത്യേക കഴിവ് വേണം. ശാരീരികമായി, സാമ്പത്തികമായി സബീല് അവന് എളുപ്പമായി കിട്ടണം. അങ്ങനെ എല്ലാവർക്കും കിട്ടാറില്ല. അതുകൊണ്ട് ബഹുഭൂരിപക്ഷം അത് ചെയ്യാറുമില്ല, അല്ലേ? എന്നാൽ ഈ 5 വക്ത് നമസ്കരിക്കുന്ന വേളയിലും എല്ലാ ദിവസം ദൈനംദിനവും രാവിലെയും വൈകുന്നേരവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നതായ സൂറത്തുൽ ഫാത്തിഹയോടൊപ്പം സൂറത്തുൽ ഇഖ്ലാസും അപ്രകാരം തന്നെ സൂറത്തുൽ കാഫിറൂനയും ആ 2 സൂറത്തുമായിട്ട് ആജിമാർക്കുള്ളതായ ബന്ധത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സഹീൽ പരിശോധിച്ചാൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ ഹജ്ജ് ചെയ്തു. ഹജ്ജ് ചെയ്തിട്ട് മക്കയിലേക്ക് വന്നു. എന്നിട്ട് തവാഫ് ചെയ്യാൻ വേണ്ടി മഖാം ഇബ്രാഹിമിന്റെ മുമ്പിലേക്ക് എത്തി. എന്നിട്ട് മഖാം ഇബ്രാഹിമിന്റെ അടുക്കലേക്ക് എത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ലാ, മഖാം ഇബ്രാഹിമിനെ നിങ്ങൾ മുസല്ലയാക്കുക എന്ന് റബ്ബ് പ്രഖ്യാപിച്ചതായ ആയത്ത് അവിടെ നിന്ന് പാരായണം ചെയ്തു. ആ പാരായണം ചെയ്ത ശേഷം മഖാം ഇബ്രാഹിമിന്റെ മുമ്പിൽ വെച്ചിട്ട് ആ ആയത്തിൽ അല്ലാഹ് പറഞ്ഞതുപോലെ മഹാനായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി എന്ത് ചെയ്തു? 2 റക്അത്ത് നമസ്കരിച്ചു. ഹജ്ജിന്റെ പരിപൂർണത കുറിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഹജ്ജിന്റെ ഹൃദയഭാഗമാണ് അറഫ. അതുപോലത്തതായ റുക്കുനാണ് എന്ത്? തവാഫ്, അല്ലേ? ഏത് തവാഫ്? തവാഫുൽ വദാ. ഈ തവാഫുൽ വദാ എന്ന നിർബന്ധമായ തവാഫ് ഒരാൾ ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ ഹാജിയാകുന്നതല്ല. അയാൾ തവാഫുൽ വദാ ചെയ്യാത്തതാണ് പോയതെങ്കിൽ അയാൾ ഹാജിയാരല്ലാതെയായി മരിക്കേണ്ടി വരുന്നു. അദ്ദേഹം വീണ്ടും വന്നിട്ട് ആ തവാഫ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തേ? അത്രയും റുക്കുനാണ്
നിർബന്ധമായ ഭാഗമാണ് എന്ത്? തവാഫുൽ വദാ. സുബ്ഹാനല്ലാഹ്. ഏത് ഹജ്ജ് വേളയിൽ ഹജ്ജിന്റെ സമാപനം കുറിക്കുമ്പോൾ ആജിയാര് തവാഫ് ഇഫാദ എന്ന തവാഫ് ചെയ്യുന്ന വേളയിൽ നമസ്കരിക്കുന്ന നമസ്കാരത്തിൽ റസൂലുള്ളാഹി ഓതിയത് എന്താണ്? അൽ കാഫിറൂൻ, അൽ ഇഖ്ലാസ്. കണ്ടില്ലേ ഈ രണ്ട് സൂറത്തിന്റെ പ്രത്യേകത? ആയിട്ടില്ല, റിസൾട്ടിലേക്ക് എത്തിയിട്ടില്ല. നാം ഇതുവരെ പറഞ്ഞു വരുന്നത് ആ സൂറത്ത് നാം ദൈനംദിനം എന്തിനോതുന്നു? നാം ബുദ്ധിജീവികളല്ലേ? ഈ ബുദ്ധിജീവികളായ നമ്മെ കൊണ്ട് ഫാത്തിഹ ദൈനംദിനം 17 തവണ നിർബന്ധമായി അല്ലാഹ് ഓതിപ്പിക്കുമ്പോൾ നാം പഠിച്ചു എന്തേ? ആ ഫാത്തിഹ അതിൽ അർത്ഥഗാംഭീര്യത ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് അല്ലാഹ് അത് ദൈനംദിനം ഓതാൻ വേണ്ടി കൽപ്പിച്ചത് എന്ന് അല്ലേ? അതുകൊണ്ട് നാം ദൈനംദിനം 100 പ്രാവശ്യം ജീവിതം മുഴുവനും ഓതിക്കൊണ്ടേ ഇരുന്നാലും ആസ്വദിച്ചു കൊണ്ടേയിരിക്കുന്നു. അത് നമുക്കൊരിക്കലും അവസാനിക്കുന്നില്ല. നമുക്കതിനോടുള്ളതായ മഹബത്തും സ്നേഹവും ആസ്വാദനവും അല്ലേ? എന്തേ? നമുക്കതിന്റെ പ്രത്യേകത അറിയുന്നത് കൊണ്ട്, നാം അതിന്റെ പ്രത്യേകത പഠിച്ചതുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹയുടെ. അതേ സമയത്ത് നാം പലപ്പോഴും ചിന്തിച്ചിട്ടില്ല എന്തേ ദൈനംദിനം നമ്മെ കൊണ്ട് അല്ലാഹ് ഇങ്ങനെ സൂറത്തുൽ കാഫിറൂനെയും സൂറത്തുൽ ഇഖ്ലാസും രാവിലെയും വൈകുന്നേരവും രാത്രിയും എല്ലാം ഇങ്ങനെ ഓതിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് മാത്രമല്ല, ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഹജ്ജിന് വേണ്ടി ആചാർ വരുമ്പോൾ അദ്ദേഹത്തിനോട് സുന്നത്തായിട്ട് ഓതാൻ വേണ്ടി പറയുന്ന 2 സൂറത്ത് അതാണ്. വേറൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ? അയാൾക്ക് എന്തു ഏത് 5 വക്ത് നിസ്കാരം ഹജ്ജ് ചെയ്യുന്ന വേളയിൽ നമസ്കരിക്കണം, അത് പ്രത്യേകം പറഞ്ഞറിയിക്കേണ്ടതില്ല. അപ്രകാരം തന്നെ അദ്ദേഹത്തിന് പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥിക്കണം, അദ്ദേഹം ചെല്ലേണ്ടത് ചെയ്യണം, അദ്ദേഹം എറിയേണ്ടത് എറിയണം. ഇതെല്ലാം ആജിയാർ കാട്ടുന്ന കൂട്ടത്തിൽ 2 റക്അത്ത് നിസ്കരിക്കാനല്ലാതെ വേറെ ഒരു ഹജ്ജിനോടുള്ള നിസ്കാരം വല്ലതും അവിടെ ഉണ്ടോ? ഹജ്ജിന്റെ ഇടയിൽ നിസ്കരിക്കുന്ന നിസ്കാരമൊക്കെ 5 വക്തിൽപ്പെട്ട നിസ്കാരമാണ്, അല്ലെങ്കിൽ വിത്റുകളോ അല്ലെങ്കിൽ മറ്റു സുന്നത്തുകളോ ഒക്കെയാണ്. എന്നാൽ ഈ സുന്നത്ത് സ്പെഷ്യലാണ് അല്ലേ? ഈ സുന്നത്ത് തവാഫുൽ വദാഇന്റെ അവസാനം നിസ്കരിക്കുന്ന 2 റക്അത്ത് സുന്നത്ത് അത് ആജിയാർക്ക് മാത്രമുള്ളതാണ്. ഒരാള് തവാഫ് ചെയ്യാതെ മഖാം ഇബ്രാഹിമിന് മുമ്പിൽ വെച്ചിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന അർത്ഥമുണ്ടോ? ഇല്ലല്ലോ. മഖാം ഇബ്രാഹിമിന്റെ മുമ്പിൽ വെച്ചിട്ട് തവാഫ് ചെയ്യാതെ ഒരാള് മഖാം ഇബ്രാഹിമിന്റെ മുമ്പിൽ വെച്ചിട്ട് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ അത് ഒരു പ്രത്യേക ചടങ്ങായി ചര്യയായി മാറുന്നതല്ല. ചടങ്ങും ചെറിയായി മാറൽ ഹജ്ജിനോട് ബന്ധിപ്പിച്ച് ഘടിപ്പിച്ച് ഉംറയോട് ഘടിപ്പിച്ച് തവാഫിനോട് ഘടിപ്പിച്ച് തവാഫ് കഴിഞ്ഞ ഉടനെ നിസ്കരിക്കുമ്പോഴാണ് ഈ പ്രത്യേകത ലഭിക്കുക. അപ്പോഴാണ് റസൂൽ എന്ത് ചെയ്തത്? സെലക്ട് ചെയ്തത്. ചിന്തിക്കണം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂന ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദും മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. വെറുതെ അല്ല, നീ ബുദ്ധിജീവിയാണ്. നിന്നെ കൊണ്ടാണ് ഓതിപ്പിക്കുന്നത്, നിന്നോടാണ് ഓതാൻ പറയുന്നത്. നീ ഹാജിയാകുമ്പോൾ മുസ്ലിം ലോകത്തിന് നേതൃത്വം വഹിക്കുന്ന വ്യക്തിയാണ്. മുസ്ലിം ലോകത്തിൽ നിന്റെ നാട്ടിൽ ഹജ്ജിന് വരാത്തവർക്ക് നീ പ്രാതിനിധ്യം വഹിക്കാൻ പോകുന്ന വ്യക്തിയാണ്. അപ്പോൾ നീ ചെയ്യുന്ന പറയുന്ന ഓരോ പ്രവർത്തനങ്ങൾ അത് പഠനാർഹമാണ്. അത് നീ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം പറയേണ്ടത്. അവിടെ എത്തിയപ്പോൾ എന്നോടല്ല സൂറത്തുൽ ബഖറ ഓതാൻ കൽപ്പിച്ചില്ല, ആല ഇമ്രാൻ ഓതാൻ കൽപ്പിച്ചില്ല, മറ്റേത് സൂറത്തും ഓതാൻ കൽപ്പിച്ചില്ല. മറിച്ച് ലോക മുസ്ലിങ്ങളോട് കൽപ്പിച്ചതായ അവർ ദൈനംദിനം ഓതിക്കൊണ്ടേയിരിക്കുന്നതായ സൂറത്തുൽ ഫാത്തിഹയുടെ കൂടെയുള്ള സൂറത്തുൽ കാഫിറൂനയും സൂറത്തുൽ ഇഖ്ലാസുമാണ് എന്നോട് റബ്ബിന്റെ മുമ്പിൽ, റബ്ബ് ലോക മുസ്ലിങ്ങൾക്ക് ആസകലം ഖിബിലയാക്കി മാറ്റിയ കഅബത്തിന്റെ മുമ്പിൽ നിങ്ങൾ നമസ്കരിക്കുമ്പോൾ ഖുർആൻ കൽപ്പിക്കുന്നു, വത്തഖിദൂ നിങ്ങളാക്കുക മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല, മഖാം ഇബ്രാഹിമിനെ നിങ്ങൾ അല്ലാഹുക്ക് നമസ്കരിക്കുന്ന നമസ്കാരത്തിൽ മുസല്ലയാക്കി മാറ്റുക എന്ന് കൽപ്പിച്ചതായ ആ കൽപ്പനയിൽ റസൂലുള്ളാഹി ആയത്ത് ഓതിയ ശേഷം, ഈ പറഞ്ഞ ആയത്ത് ഓതിയ ശേഷം റസൂലുള്ളാഹി 2 റക്അത്ത് മക്കയിൽ വെച്ചിട്ട് ഹജ്ജത്തുൽ വദാഇൽ നമസ്കരിച്ചപ്പോൾ ലോക മുസ്ലിങ്ങളുടെ മുമ്പിൽ കാഴ്ചവെച്ചതായ 2 സൂറത്തുകൾ അത് സൂറത്തുൽ കാഫിറൂനയും സൂറത്തുൽ ഇഖ്ലാസുമാണ്. ഇപ്പോഴല്ലേ പ്രത്യേകത ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. എന്തേ അത് അങ്ങനെ അത്രയും പ്രാധാന്യം അല്ലാഹ് നൽകാൻ കാരണം?
നമ്മുടെ ജീവിതത്തിൽ ദൈനംദിനം കറങ്ങിക്കൊണ്ടേ ഇരിക്കുന്ന 2 സൂക്തമായി അത് മാറാൻ കാരണം. ഇനി നാം പരിശോധിച്ച് നോക്കുക, ഇതല്ലാതെ തന്നെ നാം ഇങ്ങനെയുള്ള പ്രത്യേകത അറിഞ്ഞിട്ടോ അറിയാതെയോ നാം ഓതി പരിചയമുള്ളത് കൊണ്ട് തന്നെ നാം ഇസ്തിഖാറയുടെ നിസ്കരിക്കുമ്പോൾ അറിയാതെ ഓതിപ്പോകുന്നത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും ഖുൽ ഹുവല്ലയുമാണ് അല്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി 2 റക്അത്ത് നിസ്കരിക്കുകയാണ്, അല്ലെങ്കിൽ മഗ്ഫിറത്തിന് വേണ്ടി തൗബയുടെ 2 റക്അത്ത് നിസ്കരിക്കുകയാണ്, അങ്ങനെ അല്ലെങ്കിൽ വുദൂവിന്റെ 2 റക്അത്ത് നിസ്കരിക്കുകയാണ്. ഏത് 2 റക്അത്ത് നിസ്കരിക്കുമ്പോഴും നമ്മുടെ തൊള്ളയിൽ വരൽ എന്താണ്? ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും ഖുൽ ഹുവല്ലയും അല്ലേ? എന്തേ? മറ്റത് എപ്പോഴും ഓതാൻ വേണ്ടി റബ്ബ് കൽപ്പിച്ച റബ്ബ് റസൂലിന്റെ നാവിലൂടെ കൽപ്പിച്ച ആ സൂറത്തുമായി നമുക്ക് എന്തുണ്ട്? പ്രാക്ടീസ് ഉണ്ട്, ബന്ധമുണ്ട്. അതുകൊണ്ടാണ് നാം അത് എന്നും ഓതിക്കൊണ്ടിരിക്കുന്നത്. ചിന്തിക്കണ്ടേ എന്തുകൊണ്ട് എന്നെ കൊണ്ട് റബ്ബ് ഓദിപ്പിച്ചു എന്നത്? അപ്പോഴാണ് നമുക്ക് റിസൾട്ടിലേക്ക് എത്താൻ സാധിക്കുക. ഇനി നമുക്ക് ചിന്തിക്കാം, ടൈം നമ്മുടെ കൃത്യസമയത്ത് തന്നെ നിർത്തണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് എങ്കിലും തുടങ്ങി വെച്ച വിഷയത്തിന്റെ പരിപൂർണത പെട്ടെന്ന് കുറിച്ച് നിർത്താം. ഇനി ഒരു പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെങ്കിൽ ഇസ്ലാം ഇങ്ങനെ കൽപ്പിക്കുന്നത് കൊണ്ട് ആ ഇസ്ലാം നമ്മളോട് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ മതം നമ്മളോട് ഉദ്ദേശിക്കുന്നത് ഈ ഖുർആനിലൂടെ നമുക്ക് ഷോർട്ടായ സൂറത്തുകളെ സെലക്ട് ചെയ്തതാണെങ്കിൽ അതിനേക്കാൾ ഷോർട്ടായ സൂക്തം അവിടെ ഉണ്ടല്ലേ? ഇന്നാത്തിനേക്കാൾ കൗസറുണ്ട്, അതല്ലേ പറയേണ്ടത്? ഇനിയിപ്പോൾ പരലോകത്തിൽ ബിദ്അത്ത് ചെയ്തവർക്ക് അപകടത്തിൽപ്പെടേണ്ടി വരും. അതേ സമയത്ത് അല്ലാത്തവർക്ക് കൗസർ കുടിക്കാമെന്ന അർത്ഥം കുറിക്കണമെന്ന ലക്ഷ്യമാണ് നാം ദൈനംദിനം സ്മരിക്കണമെന്ന് അല്ലാഹുവിന്റെ നിർബന്ധമുണ്ടെങ്കിൽ ഇന്നാത്തിനേക്കാൾ കൗസറല്ലേ കൽപ്പിക്കേണ്ടത്? ഇനി തർത്തീബ് അനുസരിച്ചിട്ട് ഓതട്ടെ എന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ശ്രദ്ധിക്കുക. അങ്ങനെ 2 സൂറത്ത് സെലക്ട് ചെയ്ത് തരികയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂന കഴിഞ്ഞ ഏതാണ് തർത്തീബ്? സൂറത്തു ഇദാ ജാഅ നസ്റുല്ലാഹ് അല്ലേ? അപ്പോൾ തർത്തീബ് അനുസരിച്ചിട്ടാണ് ഓതുന്നതെങ്കിൽ നമ്മളോട് സൂറത്തുൽ കാഫിറൂനയോട് തൊട്ട് ഏത് സൂറത്ത് ഓതണമെന്ന് കൽപ്പിക്കണം? ഇദാ ജാഅ നസ്റുല്ലാഹ് എന്ന സൂറത്ത് ഓതണമെന്ന് കൽപ്പിക്കണം. ഇനി അർത്ഥത്തെ കുറിച്ച് നോക്കുകയാണെങ്കിലും ഖുർആൻ മുഴുവനും പഠനാർഹമായ ആ ഭാഗമാണ് ഖുർആനിൽ. അതിൽ അല്ലാഹുവിന്റെ റസൂല് ലോകത്തോട് വീട വാങ്ങിയതായ ആ ഫതഹ് സംഭവത്തിലേക്ക്, ആ മഹാ വിജയത്തിലേക്ക് സൂചന ആ സൂറത്തിലുണ്ട് താനും അല്ലേ? ഇനി ചരിത്രം പഠിപ്പിക്കലാണ് അള്ളാഹ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ചരിത്രം മുൻ കാലഘട്ടത്തിൽ നടന്ന സംഭവ വികാസത്തിലേക്ക് സൂചന നൽകുന്ന ചെറിയ സൂറത്താണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ എന്തേ ഈ 2 സൂറത്ത് സെലക്ട് ചെയ്യണമെന്ന് അതിനേക്കാളും വിശദീകരിച്ച് ചരിത്രം പറയുന്ന സൂറത്തല്ലേ? അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം തൈറൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. മഹാ സംഭവത്തിലേക്ക് സൂചന നൽകുന്നല്ലേ ആ സൂറത്ത്? ദൈനംദിനം അള്ളാഹു നമ്മളോട് അത് ഓതാൻ വേണ്ടി കൽപ്പിക്കുകയാണെങ്കിൽ നമുക്ക് പണ്ടുള്ളതായ ജാഹിലിയ കാലഘട്ടത്തിൽ അള്ളാഹ് എങ്ങനെയാണ് കഅബത്തിനെ തകർത്താൻ വേണ്ടി വന്നവരെ അള്ളാഹു ഉന്മൂലനം ചെയ്തത്, അള്ളാഹുവിന്റെ ആ ചിഹ്നത്തെ അള്ളാഹ് നമുക്ക് വേണ്ടി സംരക്ഷിച്ചത് എന്നത് ദൈനംദിനം മനസ്സിലാക്കലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഓതാൻ കൽപ്പിച്ചിരുന്നേനെ. അതാണോ കൽപ്പിച്ചത്? ശ്രദ്ധിക്കണം. ബുദ്ധിയുള്ളവര് എന്നും ഈ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും ഖുൽ ഹുവ ഓതുമ്പോൾ ഒന്ന് ചിന്തിക്കണം, എന്തേ എന്നെ കൊണ്ടല്ല ദൈനംദിനം ഈ 2 സൂറത്ത് ഓതാൻ വേണ്ടി കൽപ്പിച്ചു സൂറത്തുൽ ഫാത്തിഹയോടൊപ്പം? അവിടെയാണ് നമുക്ക് അതിൻ്റെ റിസൾട്ടിലേക്ക് എത്തുമ്പോൾ ഈ 2 സൂറത്തുമായുള്ള ബന്ധത്തിലേക്ക് നമുക്കെത്താൻ സാധിക്കുന്നത്. ആ ബന്ധം അത് ഇഖ്ലാസ് അതിൻ്റെ അകത്തുണ്ട്, തൗഹീദ് അതിൻ്റെ അകത്തുണ്ട്. സുബ്ഹാനല്ലാഹ്. അതിൻ്റെ അകത്ത് പണ്ട് മക്ക കാഫിരീങ്ങൾ ഖുർആൻ ഇറങ്ങുന്ന കാലഘട്ടത്തിൽ ചെയ്തിരുന്നതായ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അള്ളാഹു അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിക്കലും അള്ളാഹു അല്ലാത്തവർ അള്ളാഹുവിനേക്കാളും ആദരിക്കലും ബഹുമാനിക്കലും അള്ളാഹുവിനെ തരം താഴ്ത്തലും അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ വീഴ്ച വരുത്തലും അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതും മനസ്സിലാക്കാതിരിക്കലും അള്ളാഹു ശിട്ടികളോട് തുല്യതയുള്ള ആളാണെന്ന് മനസ്സിലാക്കലും ഇങ്ങനെയുള്ളതായ ആ മഹാ അപകടങ്ങളിൽ നിന്നിട്ട് മോചനം നേടാൻ വേണ്ടിയുള്ള റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു അവർ, നിങ്ങളുടെ റബ്ബിന്റെ തറവാടിനെ കുറിച്ച് പഠിപ്പിച്ചു തരാൻ പറ്റുമോ? എല്ലാവർക്കും ഇന്നാളെ മകൻ, ഇന്നാളുടെ മകൻ, ഇന്നാളെ വാപ്പ എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഉൻസുബുലന, ഞങ്ങൾക്ക് അള്ളാഹിന്റെ തറവാട്, അള്ളാഹുവിന്റെ തറവാടിനെ കുറിച്ച് പറഞ്ഞു തരണം എന്ന്. അഡ്രസ്സേ
അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയതെന്നാണ്, ഈ സൂറത്ത് ഇറങ്ങിയതാണ്. ഏത് സൂറത്ത്? ഖുൽ ഹുവല്ലാഹു അഹദ്. അല്ലാഹ് ഏകൻ, സിഫാത്തിൽ ഏകൻ, അസ്മാഇൽ ഏകൻ, ഉലൂഹിയ്യത്തിൽ ഏകൻ, റുബൂബിയ്യത്തിൽ ഏകൻ, അവനെപ്പോലോത്ത ഒന്നും തന്നെ ഇല്ല. അഹദ്, അവൻ എല്ലാറ്റിലും ഏകനാണ്. അല്ലാഹു സമദ്, ലോകം മുഴുവനും അവനെ ആശ്രയിക്കുന്നു. ലോകത്തിലാരെയും അവൻ ആവശ്യമില്ല, അവൻ ആശ്രയിക്കുന്നില്ല. അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ്, അവൻ ജനിച്ചാളല്ല, അവനിൽ നിന്നിട്ട് ഉൽപ്പാദിക്കപ്പെടുന്നതും അല്ല, അവന് മക്കളില്ല, അവൻ മറ്റാൾ നിന്നിട്ട് ഉത്ഭവിച്ചാളുമല്ല. സുബ്ഹാനല്ലാഹ്. വഖാലു ഇത്തഖദർ റഹ്മാനു വലദാ ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദാ, അവര് പറഞ്ഞു അല്ലാഹുവിന് മകനുണ്ട് പോലോ, അല്ലാഹുവിന് സന്താനമുണ്ട്